ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഈ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഈ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. മാലാഖനിരതൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും. മാലാഖനിരതൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും. നൈരാശ്യവനിയിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. നൈരാശ്യവനിയിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26 അധ്യായം 3 വാക്യം. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. The book of Isaiah, chapter 26, verse 3. You keep in perfect peace those whose minds are stayed on you. വേദപുസ്തകത്തിൽ സമാധാനം എന്നത് പ്രശ്നങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തെ വിശേഷിപ്പിക്കാൻ അല്ല, മറിച്ച് അതിനേക്കാൾ ആഴമായ ഒരർത്ഥം സമാധാനം എന്ന വാക്കിനുണ്ട്. അത് സ്വന്തം ജീവിതത്തെ പൂർണ്ണമായും കർത്താവിങ്കലേക്ക് അർപ്പിക്കുന്നവൻ അനുഭവിക്കുന്ന ആന്തരികമായ ഒരു സ്ഥിരതയുടെ, ഇൻറ്റീരിയർ സ്റ്റെബിലിറ്റിയുടെ അവസ്ഥയാണ്. 15 നോമ്പിൻ്റെ ഈ കാലത്ത് പരിശുദ്ധ അമ്മയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ സമാധാനം, ഈ ആന്തരിക സ്ഥിരതയുടെ, ഇൻറ്റീരിയർ സ്റ്റെബിലിറ്റിയുടെ ഈ സമാധാനം പരിശുദ്ധ അമ്മയിൽ നമുക്ക് കണ്ടെത്താനാകും. ജീവിതം മുഴുവൻ അവൾ അനുഭവിച്ചത് അവ്യക്തതകളാണ്, തെറ്റിദ്ധാരണകളാണ്, സഹനമാണ്, ത്യാഗമാണ്. പക്ഷെ അപ്പോഴും തിരുവചനം ഒരിക്കലും അവളെ ഭയത്താൽ വലയുന്ന ഒരാളായി അവതരിപ്പിച്ചിട്ടില്ല. എന്നാൽ എപ്പോഴും അവളിൽ ഒരു ആന്തരിക സമാധാനം നിറഞ്ഞിരുന്നതായി നാം കാണും. ആ സമാധാനം പുറപ്പെടുന്നത് ദൈവത്തിങ്കൽ അവൾ പൂർണ്ണമായും അർപ്പിച്ചിരിക്കുന്ന ആശ്രയത്തിൽ നിന്നാണ്. ഭൂമിയിലുള്ള ചുറ്റുപാടുമുള്ള ഒന്നിലേക്ക് നമ്മളെ തന്നെ ആശ്രയം വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ വ്യഗ്രതയുള്ളവരായി മാറുകയാണ്. എന്നാൽ
മിശിഹായിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറുമ്പോൾ, മിശിഹാ തമ്പുരാനിൽ നമ്മൾ ആശ്രയം വയ്ക്കുമ്പോൾ സമാധാനം തിരികെ വരുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളെയും ദൈവത്തിന് മുമ്പാകെ എളിമയോടെ സമർപ്പിച്ച് ഈ സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, സമാധാനത്തിൻ്റെ രാജാവേ, എൻ്റെ ഹൃദയത്തെ നീ ശാന്തമാക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃകയിലൂടെ പൂർണ്ണമായും നിന്റെ പരിപാലനയിൽ ആശ്രയം വയ്ക്കാൻ എന്നെ പഠിപ്പിക്കണമേ. നിന്റെ സമാധാനം എന്നെ ഭരിക്കട്ടെ. കർത്താവേ, ഞാൻ കണ്ടുമുട്ടുന്നവരിലേക്ക് ഈ സമാധാനം പകരാൻ എന്നെ നീ നിന്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.